Hello dears, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണ് ഒരു ഹോം റൂം ടീച്ചർ, അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, എത്ര പീരീഡ്സ് ഒരു ടീച്ചർ പഠിപ്പിക്കണം ഇവിടെ UAE-യിൽ, ഇങ്ങനെയുള്ള നിരവധി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ആൻസർ ആയിട്ടാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹോം റൂം ടീച്ചർ എന്നുള്ളത് തന്നെയാണ് കേട്ടോ. നാട്ടിലായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്, അപ്പൊ അതെന്താണെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് ഡൗട്ട്സിന്റെ ആൻസർ ആണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സെന്റ് ടീച്ചർ അല്ലെങ്കിൽ ഒരു ഷാഡോ ടീച്ചർ, ആ ടീച്ചറിന് ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ അതെന്തായിരിക്കണം എന്നുള്ളത്. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് അറിയാം ഓൾറെഡി മിക്ക സ്കൂളുകളിലും +2 മാത്രം മതി ഒരു ഷാഡോ ടീച്ചർ ആവാനായിട്ട്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് ഉള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഷാഡോ ടീച്ചറിന്റെ കടമ എന്ന് പറയുന്നത്. അവരെ ഫുഡ് കഴിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യണം, അവരെ വാഷ്റൂമിൽ പോകുമ്പോൾ ജസ്റ്റ് അവിടെ വരെ ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ നോട്ട്സ് എഴുതി കൊടുക്കണം, അവർ എഴുതുന്ന കറക്റ്റ് ആണോ എന്ന് കൊടുക്കണം, സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അങ്ങനെ നല്ല പേഷ്യൻസ് വേണ്ട, നല്ല ഡെഡിക്കേഷനും ഒക്കെ വേണ്ട ഒരു ജോബാണ് ഷാഡോ ടീച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് സാലറിയുടെ കാര്യത്തിൽ നമുക്ക് ഒട്ടും സങ്കടപ്പെടേണ്ട ആവശ്യമേ ഇല്ല. നല്ല സാലറി കൊടുക്കുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് കേട്ടോ അത്. സോ ഞാനിപ്പോൾ റീസെന്റ് നമ്മുടെ ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അത് ദുബായിലുള്ള ഒരാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സെന്റ് ടീച്ചറിനെ ആവശ്യമുണ്ട്. പക്ഷെ അവിടെ ചോദിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നല്ല കൈൻഡ് ആയിരിക്കണം, ഡൗൺ ടു എർത്ത് ബിഹേവിയർ വേണം, മാത്രമല്ല കാർ ഓടിക്കാനും കൂടി അറിയണം. സാലറി അവർ പറയുന്നത് 6500 അല്ലെങ്കിൽ 7000 ഒക്കെ വരെയാണ് അവർ പറഞ്ഞിട്ടുള്ള സാലറി ഒരു ഷാഡോ ടീച്ചർക്ക്. ഡൗൺ ടു എർത്ത് ക്യാരക്ടർ ഉള്ള ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ജോബാണ്. അതുപോലെ തന്നെ ഇതേപോലെ കാറൊക്കെ ഓടിക്കാൻ അറിയണമെന്ന് ചില പേരൻസ് പറയും. അപ്പൊ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ പേരൻസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി നിങ്ങൾക്ക് അഡീഷണലി ഒരു ക്വാളിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ സെന്റ് ഡിപ്ലോമാസ് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സിന്റെ ഡിപ്ലോമ. അത് KHDA അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് നോക്കണം. സെന്റേഴ്സ് ഞാൻ ഒരു സെന്റർ പ്രിഫർ ചെയ്യാം, പറഞ്ഞു തരാം. നാഷണൽ അക്കാഡമി ഇറ്റ്സ് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സെന്റർ ആണ്, അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ അഫോർഡബിൾ ആയിട്ടുള്ളത്, KHDA അപ്രൂവ്ഡ് ആണോ എന്നുള്ള ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് ആ ഒരു കോഴ്സസ് നമുക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ അഡീഷണൽ പോയിന്റ്. ബിക്കോസ് സെന്റ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് കാറ്റഗറീസിൽ വരും അല്ലെ. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ADHD, ബിഹേവിയറൽ പ്രോബ്ലംസ് ആണ് ADHD ഒക്കെ, അതുപോലെ അല്ലെങ്കിൽ ഓട്ടിസം ആയിരിക്കും. അപ്പൊ അതിന്റെ ആ ഒരു ഡൗൺ സിൻഡ്രോം പോലത്തെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഇതേപോലെ ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ഡിപ്ലോമ എടുക്കുക കേട്ടോ. ഇനി ഞാൻ വരുന്നത് നമ്മുടെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള ഹോം റൂം ടീച്ചർ എന്നുള്ളതാണ്. ചെറിയ ക്ലാസ്സിൽ നിന്ന് തുടങ്ങാം. KG1, അതായത് ബ്രിട്ടീഷ് കരിക്കുലാണെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റേജ് 1, ഫൗണ്ടേഷൻ സ്റ്റേജ് 2, ദെൻ ഇയർ 1, അങ്ങനെയാണ് പോകുന്നത്. 3 വയസ്സിൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും അവിടെ. ഇനി CBSE ആണെങ്കിൽ 5 വയസ്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. KG1, KG2, ദെൻ ഗ്രേഡ് 1, ഗ്രേഡ് 2 അങ്ങനെ പോകും അല്ലെ. അവിടെയൊക്കെ ഫൗണ്ടേഷൻ സ്റ്റേജസ് ആയിട്ടുള്ള KG1, KG2, ഇയർ 1 അങ്ങനെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഗ്രേഡ് 1 അങ്ങനെയുള്ള ചെറിയ ക്ലാസ്സസിലെല്ലാം ഹോം റൂം ടീച്ചർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ സബ്ജക്റ്റും എടുക്കുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ അത് ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സ്കൂളിൽ ഇപ്പൊ എന്റെ മോള് പഠിച്ചിരുന്ന ആ ഒരു എഡ്യൂക്കേഷൻ അവിടുത്തെ സിസ്റ്റത്തില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ KG ടീച്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റേജ് 2ലെ ടീച്ചർ എന്ന് പറയുന്ന ആ ടീച്ചർ എടുത്തിരുന്നത് EVS സബ്ജക്റ്റും അതുപോലെ ഇംഗ്ലീഷും മാത്സും ആയിരുന്നു. ബാക്കി സബ്ജക്റ്റ് എല്ലാം എടുക്കുന്നത് വേറെ ടീച്ചേഴ്സ് ആയിരുന്നു കേട്ടോ. അത് ഓരോ ടീച്ചേഴ്സിന്റെ പ്രിഫറൻസ് വെച്ചിട്ട് അവർക്ക് അറിയുന്ന, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് അവർക്ക് കൊടുത്തിട്ട് ബാക്കി സബ്ജക്ട് ടീച്ചേഴ്സും എടുക്കുന്നുണ്ട്, മറ്റ് സബ്ജക്ട്സ് എടുക്കാറുണ്ട്. അപ്പൊ ഇനി വലിയ ക്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ ഇപ്പൊ ഞാനത് 6th ഇയർ ആണ് എന്റെ. പക്ഷെ എല്ലാ വർഷവും ഞാൻ വന്നപ്പോ തൊട്ട് ഇന്ന് വരെ എപ്പോഴും എനിക്ക് ഒരു ഹോം റൂം ടീച്ചർ പോസ്റ്റ് തരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സയൻസ് ടീച്ചറാണ്. കോഴ്സ് സബ്ജക്റ്റിലുള്ള എല്ലാ ടീച്ചേഴ്സിനും തന്നെ ഹോം റൂം ടീച്ചർഷിപ്പ് കിട്ടാറുണ്ട്. മോസ്റ്റ്ലി എന്റെ ഒരു അറിവിൽ എല്ലാ സ്കൂളുകളിലും തന്നെ കിട്ടാറുണ്ട്. ബൈ ലക്ലി എങ്ങാനും ഒരാൾക്ക് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ. അവരുടെ സ്ട്രെങ്ത്, സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് കുറവുള്ള സ്കൂളിലൊക്കെ മാത്രമാണ് അങ്ങനെ സംഭവിക്കുള്ളൂ. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ സബ്ജക്ട് ടീച്ചേഴ്സിന് കിട്ടും.
ഇനി അറബിക് ടീച്ചേഴ്സിനൊക്കെ മോസ്റ്റ് പ്രോബബ്ലി അവർക്കൊന്നും കിട്ടാറില്ല ക്ലാസ് ടീച്ചർഷിപ്പ്. ഓക്കെ, അങ്ങനെ ചില മലയാളം ടീച്ചേഴ്സ് അവർക്കും ചിലപ്പോൾ കിട്ടാറൊന്നുമില്ല. അങ്ങനെയുള്ള ടീച്ചേഴ്സിന് കിട്ടില്ല. പക്ഷെ കോർ സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ ടീച്ചറായിട്ട് ഇരിക്കുന്നു, ഞാനിപ്പോൾ രാവിലെ ഹോം റൂം പീരീഡ് ഉണ്ടാവും. സോ ബാക്കി ടീച്ചേഴ്സിനൊക്കെ ഇച്ചിരി ലേറ്റ് ആയിട്ട് വന്നാലും പ്രശ്നമില്ല. പഞ്ചിങ് ടൈം ഓഫ് കോഴ്സ് എല്ലാ സ്കൂളിലും ഉണ്ടാവും. സോ ഇപ്പോൾ 7:05 എൻ്റെ പഞ്ചിങ് എന്ന് വെച്ചു. അപ്പോൾ ഒരു ടീച്ചർ 7:05 പഞ്ച് ചെയ്തു. പക്ഷെ അവർക്ക് വേണമെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഹോം റൂം പീരീഡ് കഴിയുന്നത് 7:45 ആണെങ്കിൽ ആ സമയത്ത് അവരുടെ ക്ലാസ്സിലേക്ക് പോയാൽ മതി. പക്ഷെ ആസ് എ ഹോം റൂം ടീച്ചർ നമ്മൾ 7:05 സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റൺ ചെയ്യായിരിക്കും ക്ലാസ്സിലേക്ക്. കാരണം കുട്ടികൾ വരുന്നതിന് മുന്നേ ക്ലാസ്സിൽ പോയി ഇരിക്കണം. ബിഹേവിയർ ഇഷ്യൂസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മൾ ഓൺ ടൈമിന് മുമ്പ് തന്നെ വന്നിരിക്കണം. ഓക്കെ, ക്ലാസ്സിൽ മാക്സിമം കുട്ടികളുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ 7:10 ഒക്കെ ആകുമ്പോഴേക്കും ഹോം റൂം പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ 7:10 തൊട്ട് 7:45 വരെ നമ്മളായിരിക്കും അവിടെ ഉണ്ടാവുക. ആ സമയത്ത് നടക്കുന്ന പല സ്കൂളിലും പല സിസ്റ്റം ആയിരിക്കും. എന്നാലും മോസ്റ്റ്ലി ഇതൊക്കെയാണ് നടക്കുന്നത്. അറ്റൻഡൻസ് നമ്മൾ എടുക്കും. അറ്റൻഡൻസ് ലേറ്റ് അറ്റൻഡൻസ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ പോലെ ഓൺ ടൈമിന് എല്ലാ കുട്ടികളും നിർത്തില്ല. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് വരും. അപ്പോൾ ലേറ്റ് കമേഴ്സിനെ മാർക്ക് ചെയ്യണം. നമ്മുടെ സിസ്റ്റത്തിലാണ് എല്ലാം. അത് ഒന്നും റെക്കോർഡിക്കലി അല്ല കേട്ടോ. ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത ഒരു സ്കൂളിലും റെക്കോർഡിക്കലി ഞാൻ കണ്ടിട്ടില്ല. എല്ലാം അവരുടേതായ ഒരു സിസ്റ്റം ഉണ്ടാവും, വെബ്സൈറ്റ് ഉണ്ടാവും. അതിലാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. അവിടെ ലേറ്റ് കമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. ആബ്സെന്റീസ് ഉണ്ടെങ്കിൽ അങ്ങനെ. ആബ്സെന്റീസ് ഉണ്ടെങ്കിൽ അവരുടെ റീസൺ എന്താണെന്ന് നമുക്കറിയണം. അപ്പൊ ഇവരുമായിട്ട് സ്റ്റുഡൻസുമായിട്ട് പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് കരിക്കുലമിലൊക്കെ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആപ്പ് ഉണ്ട്. ആപ്പ് വഴി ക്ലാസ് ഡോജോ പോലെയൊക്കെയുള്ള സോഷ്യൽ ആയിട്ടുള്ള നമുക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുന്ന ടീംസ് ഒക്കെ പോലത്തെ ഒരു ആപ്പ് തന്നെയാണത്. സോ അതുവഴി നമുക്ക് പേരൻസിനെ കോണ്ടാക്ട് ചെയ്ത് എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ എടുക്കണം. ഓക്കെ, അത് ഇനി അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. മെഡിക്കൽ റീസൺസ് ആണ്. അവർ മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിനിക്കിലേക്ക് അയച്ചു കൊടുക്കണം. ഇത് നമ്മുടെ സൂപ്പർവൈസറിനെ അറിയിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ജോബ് ഫസ്റ്റ്. ഇനി ആ ഒരു മോർണിംഗ് ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ പോലെ ഇരിക്കും കുട്ടികളുടെ ബിഹേവിയർ. സോ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുന്നു. പ്ലസ് ഡിയർ ടൈം ഉണ്ട്. മിക്ക സ്കൂളുകളിലും ഉണ്ട്. ഡ്രോപ്പ് എവറിത്തിങ് ആൻഡ് റീഡ്. അതാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, ഡിയർ എന്നുള്ളതിന്റെ ഫുൾ ഫോം. ആ സമയത്ത് സ്കൂൾസ് തന്നെ ചില സ്കൂളുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞു ഇങ്ങനെ കഥാ ബുക്കുകളൊക്കെ, സ്റ്റോറി ബുക്സ്. അപ്പം നമ്മളത് കൊടുത്ത് ആ സമയത്തിരുന്ന് വായിപ്പിക്കണം. പിന്നെ ഓൾമോസ്റ്റ് മിക്ക സ്കൂളുകളിലും കാണുന്ന മറ്റൊരു നല്ല സ്കൂളുകളിൽ കാണുന്ന ഒരു ഇതാണ് കുട്ടികളുടെ ഇമോഷൻസ് അന്നത്തെ എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു ഓരോ സ്കൂളിലും ഡിഫറെന്റ് ആപ്സ് ആയിരിക്കും ഉണ്ടാവുക. കുമോദോ ആപ്പ് എന്നൊക്കെ പറയുന്ന ആപ്സ് പോലത്തെ ഡിഫറെന്റ് ആപ്സ് ഉണ്ടാവും. അതിൽ കുട്ടികളെ കൊണ്ട് സൈൻ ഇൻ ചെയ്യിച്ചിട്ട് കുട്ടികൾ അവരുടെ ഫീലിങ്സ് എക്സൈറ്റഡ് ആണോ സാഡ് ആണോ അങ്ങനെയൊക്കെ നമ്മൾ അവരുടെ മൂഡ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ അതുവഴി ഒരു കുട്ടി ഇപ്പൊ എന്നും മൂഡ് ഓഫ് ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ ആ കുട്ടികളുടെ റെമഡീസ് നമ്മൾ കൊടുക്കും. എന്തുകൊണ്ടാണെന്നുള്ള റീസൺസ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ആപ്സ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ വെച്ചിട്ട് അതാണ് മോർണിംഗിലത്തെ നമ്മുടെ പരിപാടി. ഇനി നമ്മുടെ സബ്ജക്ട് ടീച്ചർ, ആസ് എ സബ്ജക്ട് ടീച്ചർ നമുക്ക് എല്ലാം ഫോളോ അപ്പ് ചെയ്യണം. ഇറ്റ്സ് ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമല്ലേ എന്തൊക്കെയാണ് വേണ്ടിയെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ടൈംസ് ഉണ്ടാവല്ലോ. 2 ബ്രേക്സ് ആണ് യൂഷ്വലി ഉണ്ടാവുക സ്കൂളിൽ. ആ 2 ബ്രേക്സിന് നമ്മൾ ആസ് ഹോം റൂം ടീച്ചർ ആ ക്ലാസ്സിൽ ഇരിക്കണം. ഈ കുട്ടികളുടെ ബിഹേവിയർ പ്രോബ്ലം കൊണ്ട് തന്നെയാണ് നമുക്ക് ആ എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്യണം. സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് UAE. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇരിക്കുന്നു. നമ്മൾ അവിടെ ഇരുന്നിട്ട് കുട്ടികൾ ഫുഡ് കഴിക്കുന്ന സമയത്തും ഇടികൂടാതെയും പിന്നെ ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് അവരെ ഡയറക്റ്റ് ചെയ്യുകയും തിരിച്ചു വരുന്നുണ്ടോ, വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചെത്തിയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇരിക്കേണ്ടി വരും. സോ ബാക്കി സബ്ജക്ട് ടീച്ചേഴ്സിന് അതിന്റെ ആവശ്യമില്ല. അവർക്ക് അവരുടെ ലഞ്ച് ബ്രേക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഫസ്റ്റ് ബ്രഞ്ച് എന്ന് പറയുന്ന ആ ബ്രേക്കോ ഒക്കെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ആസ് എ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ ഹോം റൂം ടീച്ചർ നമ്മൾ അവിടെ ക്ലാസ്സിൽ ഇരിക്കണം, ഇരുന്ന് കുട്ടികളെ മോണിറ്റർ ചെയ്യും. ഇനി സെക്കൻഡ് ബ്രേക്ക് വരുന്ന സമയത്ത് ഇനി അസംബ്ലി ഉണ്ടാവല്ലോ. അസംബ്ലിയുടെ സമയത്ത് ഗ്രൗണ്ടിൽ കൊണ്ടുപോവുക. ആ സമയത്ത് നമ്മളാണ് കുട്ടികളെ കൊണ്ടുപോയി ലൈനായിട്ട് നിൽക്കുക. അവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി വരുന്നത് ക്ലാസ് ടീച്ചറാണ്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കുട്ടി മിസ്സായാൽ ക്ലാസ് ടീച്ചറാണ് അതിൻ്റെ അകത്ത് ഉത്തരവാദി. ഓക്കെ, തിരിച്ചവിടെ കൊണ്ട് നിർത്തേണ്ടത് കുട്ടികളുടെ ബിഹേവിയർ. കുട്ടികൾ വന്നില്ല എന്തുകൊണ്ട്,
ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡെയിലി ചെയ്യേണ്ട ഒരാളാണ് ഹോം റൂം ടീച്ചർ. വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് കേട്ടോ. കാരണം ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ 30 കുട്ടികളും നമ്മുടെ സ്വന്തം കുട്ടികളെ നോക്കുന്ന പോലെ നമ്മൾ സത്യം പറഞ്ഞാൽ സ്വന്തം കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടി നോക്കാത്തതിലും കൂടുതൽ നമ്മൾ നോക്കേണ്ടി വരിക ഈ കുട്ടികൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇനി ഒരു ലോക്ക്ഡൌൺ ഡ്രിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫയർ ഡ്രിൽസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒക്കെ അതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ആ ടീച്ചർ തന്നെയായിരിക്കും, ഹോം റൂം ടീച്ചർ ആയിരിക്കും. ഇനി എന്തെങ്കിലും പ്രോഗ്രാം നടക്കുകയാണ്, ആ സമയത്ത് ഈ കുട്ടികളെ എല്ലാം അവെയർ ചെയ്യുന്നതും അവയർനെസ് കൊടുക്കുന്നതും അതുപോലെ ഇവരുടെ സോഷ്യൽ മീഡിയ ആപ്സിലൊക്കെ ഈ ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്യേണ്ടതും ഇന്നതൊക്കെ നടക്കുന്നുണ്ട് ഉള്ളതെല്ലാം പേരൻസിനെ അറിയിക്കേണ്ടതും ഈ ടീച്ചർ തന്നെയാണ്. പേരൻസ് മീറ്റിംഗിന് വരുമ്പോഴും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഹോം റൂം ടീച്ചറിനെയാണ്. വേണമെങ്കിൽ സബ്ജക്ട് ടീച്ചേഴ്സിനെ അവർക്ക് മീറ്റ് ചെയ്യാം, ബട്ട് ഫസ്റ്റ് കാണുന്നത് നമ്മളെയാണ്. പിന്നെ എന്ത് കുട്ടികളുടെ ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പേരൻസിനെ അറിയിക്കുക എന്നുള്ളത് നമ്മൾ തന്നെയാണ്. ഇങ്ങനെയുള്ള കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. മാത്രമല്ല ഇനി ഡിസ്പേഴ്സൽ ടൈം, ഓക്കെ, നമ്മുടെ ഈ ഒരു ഓൾ ഡേ എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ നമ്മുടെ സബ്ജക്ട് ക്ലാസ്സസിൽ അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മുടെ സബ്ജക്ട് ക്ലാസ്സസ് എല്ലാം നമുക്ക് പോകണം. ഓൾമോസ്റ്റ് ചില സ്കൂളുകളിൽ 25 periods ആണ് കൊടുക്കുന്നത്, ഡിപ്പെൻഡ്സ് അപ്പോൺ. മോസ്റ്റ്ലി എല്ലാ സ്കൂളുകളിലും, ചില സ്കൂളുകളിൽ 40 minutes ക്ലാസ്സസ് ആണ് നടക്കുന്നത്. ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 40 minutes. ചില സ്കൂളിൽ ഒരു പീരീഡ് എന്ന് പറയുന്നത് 35 minutes ആയിരിക്കും, ചില സ്കൂളിൽ ഒരു പീരീഡ് എന്ന് പറയുന്നത് 50 minutes ആയിരിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് ടൈം ആണ് നമുക്ക് വരുന്ന ലെസൺസ് എന്ന് പറയുന്നത്. ചില സ്കൂളിൽ അത് 27 ലെസൺ ആയിരിക്കും, ചില സ്കൂളിൽ അത് 29 ലെസൺ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അത് നമ്മുടെ ഹോം റൂം പീരീഡ് മൈനസ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ ബ്രേക്ക് ടൈം ഒരിക്കലും നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. പിന്നെ നമ്മുടെ ഹോം റൂം ടീച്ചിങ് ടൈം ഉണ്ടല്ലോ, രാവിലത്തെ സമയം, അത് നമ്മൾ കണക്ക് കൂട്ടാതെയാണ് ഇത്രയും ക്ലാസ്സസ് വരിക. ഇനി ഇതൊന്നും കൂടാതെ ക്ലബ് ലെസൺസ് ഉണ്ടാവും. ക്ലബ് ലെസൺസിൽ നമ്മൾ എന്തെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവും. അതായത് ക്രാഫ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് കുക്ക് വിത്തൗട്ട് ഫയർ, അല്ലെങ്കിൽ സ്റ്റെം വർക്ക്സ്, ഓക്കെ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അത് ആ സ്കൂളിന്റെ രീതി അനുസരിച്ചിട്ട്. അപ്പൊ അതിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും. ഹോം റൂം ടീച്ചർ നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ക്ലബായിട്ട് പല ക്ലാസ്സിൽ നിന്ന് കുട്ടികളെ ക്ലബ് ചെയ്താണ് അവിടെ ഇരുത്തുന്നത്. ആ സമയത്ത് നമുക്ക് ഇരിക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം അറ്റ് ലാസ്റ്റ് നമ്മളിപ്പോൾ വേറൊരു ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് ബെല്ലടിക്കുന്നത്, നമ്മൾ വീട്ടിൽ പോകാനുള്ള ബെല്ലടിച്ചു, നമ്മൾ വേഗം തിരിച്ചിവിടെ എത്തി നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ, കുറച്ച് കുട്ടികൾ വാക്കിംഗ് സ്റ്റുഡൻസ് ഉണ്ടാവും, സ്കൂൾ ബസ്സിന് പോകുന്ന കുട്ടികളുണ്ടാവും, പിന്നെ ഓൺ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റുഡൻസ് ഉണ്ടാവും. ഇവരെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ടുപോയി ബസ് സ്റ്റുഡൻസിനെ വേറെ ആളുകൾ കൊണ്ടുപോയി വിടും. ചില സ്കൂളുകളിൽ നമ്മളായിരിക്കും വിടേണ്ടത്. ഏതെങ്കിലും ഒരു സെക്ഷൻ കുട്ടികൾ നമ്മളായിരിക്കും റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഡിസ്പേഴ്സൽ ആയിരിക്കും മോസ്റ്റ്ലി നമുക്ക് കിട്ടുക. ഓൺ ട്രാൻസ്പോർട്ടേഷന്റെ ഡിസ്പേഴ്സൽ ആണെങ്കിൽ അങ്ങനെ നമ്മൾ കൊണ്ടുപോയി അവരെ ആ റൂമിൽ കൊണ്ട് ഇരുത്തുക എന്നുള്ള റെസ്പോൺസിബിലിറ്റീസും ഒക്കെ കിട്ടുന്നത് ഈ ഹോം റൂം ടീച്ചറിന് തന്നെയായിരിക്കും. സോ കമ്പാരിറ്റീവ്ലി സബ്ജക്ട് ടീച്ചേഴ്സ് ബാക്കി സബ്ജക്ട് മാത്രം ഉള്ള ടീച്ചേഴ്സിനേക്കാളും ഒരു ഡബിൾ വർക്ക് നമുക്കുണ്ടാവും ഹോം റൂം ടീച്ചറായിട്ട് ഇരിക്കുമ്പോൾ. എന്നാൽ സാലറിയിൽ വ്യത്യാസമൊന്നും അങ്ങനെ തന്നെ ഇല്ല. നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ളത്. ഇതാണ് ഓൾ അബൌട്ട് ഹോം റൂം ടീച്ചർ. അവിടെ എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ അവരുടെ ഓൾ റെസ്പോൺസിബിലിറ്റി ഇത് തന്നെയാണ്. കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ കെയർ കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഓൾ ടൈം ഈ കുട്ടികൾ പോയി കഴിഞ്ഞാലാണ് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോബ് തന്നെയാണ് ചെറിയ ക്ലാസ് ടു വലിയ ക്ലാസ്. ഓക്കെ, എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഇത്ര അധികം റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ അവരുടെ കാര്യത്തിൽ എടുക്കണം. ഇപ്പൊ ഇനി ഇന്റർനാഷണൽ ലെവൽ എക്സാംസ് ഉണ്ട്, അത് കണ്ടക്ട് ചെയ്യാനെങ്കിലും ഒക്കെ റെസ്പോൺസിബിലിറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും പേരൻസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഫസ്റ്റ് പോയിന്റ് ഓഫ് റിസോഴ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് ചോദിക്കേണ്ട ഒരാൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെയായിരിക്കും കേട്ടോ. ഹോം റൂം ടീച്ചർ തന്നെയായിരിക്കും. സോ അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോബാണിത്. ഇനി ഹോം റൂം ടീച്ചറിനെ പറ്റി എന്താണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലീസ് ടു കമന്റ് ബിലോ. ഇപ്പോഴും ലിങ്ക്ഡിനിൽ ഇങ്ങനെ വേക്കൻസീസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, HR പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടും തന്നെ ഹോപ്പ് ലൂസ് ആവാതെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ CV അപ്ഡേറ്റ് ചെയ്യുക, അയച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 10,000 എണ്ണം അയക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മളത് അയക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ അയച്ചുകൊണ്ടേയിരിക്കുക. ഉറപ്പായിട്ടും ഏതെങ്കിലും രീതിയിൽ ജോബ് കിട്ടും. ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, TA യിലേക്കോ LSA യിലേക്കോ ഒക്കെ നോക്കുക. താങ്ക് യു സോ മച്ച്.
സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഒരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് ഒന്ന് കമൻറ്റ് below.